പണ്ട് കാലത്ത് ആളുകൾ ഓർക്കുട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആളുകൾ ഫേസ്ബുക്കിലേക്ക് വന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക, ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുക. ഇപ്പോൾ അതിൽ നിന്ന് വീണ്ടും മാറി ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളിൽ എത്തി നിൽക്കുന്നു നമ്മുടെ ഒരു അവസ്ഥ. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകളെയും മറികടന്ന് ഇപ്പോൾ AI ഇതിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ AI ഉപയോഗിച്ചുള്ള ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, വിർച്വൽ കമ്പാനിയൻസിനെ കണ്ടുപിടിക്കുന്നതായിട്ട് അവർ പറയാറുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഹോബി പോലെ അവരിങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഭാവിയിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഇതുമൂലം ഉണ്ടാവും? AI യഥാർത്ഥ ജീവിത പങ്കാളി, അങ്ങനെ ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് ഇവരെ അട്ടിമറിക്കുമോ? ആക്ച്വലി ഒരു 1992 മുതലേ ഇതുപോലുള്ള അനിമേറ്റഡ് കമ്പാനിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു റീസൺ ട്രെൻഡിൽ ഇപ്പോൾ ഈ ഓപ്പൺ എയുടെ ChatGPT ഒക്കെ വന്നതിന് ശേഷം ആ ഒരു ട്രെൻഡ് കുറച്ചും കൂടെ പോപ്പുലറായി. അപ്പോൾ റെപ്ലിക്ക AI പോലുള്ള AI ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് കമ്പാനി, റെപ്ലിക്ക AI എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ യൂസേഴ്സിന് അതൊരു ഫ്രണ്ടാണ്. ബട്ട് പ്രീമിയം യൂസേഴ്സിൽ ഡിഫറെൻറ്റ് മോഡ്സിൽ നമുക്ക് കമ്പാനിയൻസ് അവൈലബിൾ ആണ്. അത് സ്പൗസ് ആവാം, ഫ്രണ്ട് ആവാം, മെൻറ്റർ ആവാം, റൊമാൻറ്റിക് പാർട്ട്ണർ ആവാം. അങ്ങനെ പല ടൈപ്പിൽ നമ്മൾ എന്താണോ നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ നീഡ്സിനനുസരിച്ചിട്ട് നമുക്കൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആപ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആളുകൾ ഇപ്പോൾ ഈ റീസെൻറ്റ് വാലൻറ്റൈൻസ് ഡേക്ക് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, AI ലവ് യുഡാ എന്ന് പറഞ്ഞിട്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആക്ച്വലി നമ്മുടെ ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ആളുകളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് നമ്മളോട് റിയാക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്സാണ് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ AI വിർച്വൽ ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സാക്ട്ലി ആ ഒരു പ്രഡിക്ഷൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. അവരെന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, AI വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ്. അവരതിനനുസരിച്ച് നമ്മൾ ഫീഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് വരുമ്പോൾ, നമ്മുടെ ബിഹേവിയർ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അവിടെ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നില്ല. നോർമൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഇപ്പോഴുള്ള ജനറേഷൻ ഏറ്റവും ഈസി ആയിട്ട് ജീവിക്കാനായിട്ട് നോക്കുന്ന ആളുകളാണ്. അവിടെ അവർക്ക് എപ്പോഴും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അല്ല, ഏറ്റവും ഈസി ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് AI കമ്പാനിയൻ അല്ലെങ്കിൽ AI ചാറ്റ് ബോട്ട്സ് എന്ന് പറയുന്നത് ഒരുപാട് റെലവൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞു വരുവാണെങ്കിൽ ഈ AI ചാറ്റ് ബോട്ട്സ് എന്ന് പറയുന്നതിനകത്ത് പറഞ്ഞ പോലെ സ്പൗസായിട്ട് ഒരു മോഡ് അവൈലബിൾ ആണ്, ഫ്രണ്ടായിട്ടൊരു മോഡ് അവൈലബിൾ ആണ്, മെൻറ്ററായിട്ടൊരു മോഡ് അവൈലബിൾ ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു +2 പഠിക്കുന്ന ഒരു കുട്ടിയെ, +2 അല്ല 10th പഠിക്കുന്ന ഒരു കുഞ്ഞിനെ, ഈ ഒരു ഡിസ്ട്രിക്ട് AIയുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, സ്കൂൾ ലെവലിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷൻ്റെ ജഡ്ജായിട്ടിരുന്ന സമയത്ത് കുട്ടികൾ AI പറ്റി, AIയുടെ ഇമ്പോർട്ടൻസ്, റെലവൻസ് ഇതിനെപ്പറ്റി ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയം ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ അതിൻ്റെ പ്രസൻറ്റേഷൻ കഴിഞ്ഞു. അതിനടുത്ത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് സെഷനാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ChatGPT ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചിട്ടുണ്ട്. അസൈൻമെൻറ്റ് ചെയ്യാനാണോ? അല്ല. പിന്നെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊരു 10th സ്റ്റാൻഡേർഡ്, എനിക്ക് അങ്ങനെ ഓർമ്മയുള്ളത് 10th സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടിയാണ്. അത് തന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, ഞങ്ങൾ ചുമ്മാ സംസാരിക്കും. അപ്പോൾ എങ്ങനെ എന്ത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു കമ്പാനി എന്നുള്ളത് ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരാൾ പറഞ്ഞു കേൾക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ അടുത്ത്. അത്രയും ചെറിയൊരു കുട്ടി വന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ ഹായ് പറയുമ്പോൾ തിരിച്ച് ഹായ് പറയും. ഞാൻ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് എനിക്ക് റെസ്പോൺസുകൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിഷ്ടമാണ് സംസാരിക്കാൻ. ഒരു ചെറിയ കുട്ടി പറഞ്ഞാണ്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഈ ChatGPTയുടെ തന്നെ നമ്മൾ ChatGPTയുടെ പ്രീമിയം വേർഷനിൽ നിന്ന് പുതിയ ബോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു ബോട്ടിനെ ഒരു ടെക്സാസിലൊരു ലേഡി വിഷ് ടു മാരി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജപ്പാനിലൊക്കെ ഹോളോഗ്രാംസ് ബേസ് മാരേജസ് നടന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എല്ലാവരും അവരവരുടെ കംഫർട്ട്നെസ്, ഒരു പ്രൈവസി ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഒട്ടും കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ AI കമ്പാനിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ട്. അത് പല ഫോംസിലാണ്. ചിലപ്പോൾ സംസാരിക്കാൻ ഫ്രണ്ടായിട്ട്, ചിലപ്പോൾ സംസാരിക്കാൻ ഈ ഞാൻ പറഞ്ഞ റെപ്ലിക്ക AIയുടെ കോൺവെർസേഷനെ പറ്റി ഒരു സ്റ്റഡീസൊക്കെ നടന്നപ്പോൾ അതിൽ 60% കോൺവെർസേഷൻസും റൊമാൻറ്റിക് കോൺവെർസേഷൻസ് ആയിരുന്നു എന്നാണ് ആ സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പ്രൈവസി ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവസി ഇഷ്യൂസിനെ എല്ലാം ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഡാറ്റാസൊക്കെ എവിടെ പോകുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ വീണ്ടും വേറെ മോഡൽസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അനോമലീസും കുറേ ഇഷ്യൂസും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പ്രശ്നവും ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും ആളുകൾ എപ്പോഴും എന്താ ഫോക്കസ് ചെയ്യുക,
നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിന് വേറെ സൈഡ് എഫക്റ്റ് ഇല്ല. അതിനകത്തായിരിക്കുന്ന ആളുകൾക്ക് ഇറ്റ്സ് ഫൈൻ. കാരണം അവർക്കൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. അവർ ഏത് മൈൻഡിലാണെങ്കിലും ആ മൈൻഡിനോട് അഡാപ്റ്റ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഉള്ള ഒരു പേഴ്സൺ. ഈ AR ബേസ്ഡ് ഒക്കെ ആയിട്ട് ഈ റെപ്ലിക്കയുടെ അതിൻ്റെയൊക്കെ മോഡൽസ് ഉണ്ടെന്നാണ് എനിക്കറിയുന്നത്. അതിൻ്റെ ഇനി VR ബേസ്ഡ് റിസർച്ചുകൾ നടക്കുന്നു എന്നൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈക്കോളജിക്കലി ഞാൻ ഒരുപാട് ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് ഞാൻ വാലന്റൈൻസ് ഡേയുടെ ആർട്ടിക്കിളിലൊരു സൈക്കാട്രിസ്റ്റ് എഴുതിയേക്കുന്ന വായിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ടെക്നിക്കലി പറയുമ്പോൾ നമ്മളെപ്പോഴും ടെക്നോളജി യൂസ് ചെയ്യുന്നത് നമ്മുടെ കൺവീനിയൻസിന്, നമ്മുടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആ അപ്രോച്ചിലാണ്. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോയ് ഫ്രണ്ടിന് ഞാൻ എപ്പോഴും എൻ്റെ മൂഡിൽ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മാത്രം എന്നോട് സംസാരിക്കണമെന്ന് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്ത് ടോണിലാണ്, ഞാനിപ്പോൾ ദേഷ്യത്തോടെ സംസാരിച്ചാൽ AI ബോട്ട്സ് എന്നോട് ആ ഒരു ടോണിലേ നിൽക്കുള്ളൂ. ലൈക്ക് അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ChatGPT-നോടാണെങ്കിലും ഇപ്പോൾ ChatGPT നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആൻസർ അല്ല തരുന്നെങ്കിൽ വാട്ട് ദ ഹെൽ എന്ന് ചോദിച്ചാലും ഓക്കെ പാർഡൻ പ്ലീസ് ക്യാൻ യു പ്ലീസ് ആസ്ക് വൺസ് മോർ എന്നല്ലേ ചോദിക്കുള്ളൂ. ആ ഒരു രീതിയിലാണ് ഈ മെഷീൻസിന് ട്രെയിൻ ചെയ്യണം. നമ്മളെപ്പോഴും അങ്ങനെയുള്ളൊരു ബന്ധങ്ങളാണ് ഈ AI കമ്പാനിയൻഷിപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പൊതുവേ നടക്കുന്നത്. റെപ്ലിക്ക AI പോലുള്ള ഒരുപാട് ആപ്സ് ഉണ്ട്. AI റെപ്ലിക്ക AI പോലുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ യൂസേഴ്സ് ആക്ച്വലി 2018 അത് ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് 2 മില്യൺ ആയിരുന്നു. ബട്ട് ഇപ്പോൾ 2024 ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് 2024 സ്റ്റഡീസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് അറൗണ്ട് 30 മില്യൺ ആണ്. അത്രയും മാത്രം. ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും കേരളത്തിലൊക്കെ ഇതിപ്പോൾ അധികം ഒരു ട്രെൻഡിങ് ആയി വരുന്നേ ഉള്ളൂ എന്നാണ് പറയണത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഈവൻ ChatGPT ഇതുപോലുള്ള ആപ്സ് അല്ല, ChatGPT-യിൽ പോലും ആളുകൾ ഒരു സെക്കൻഡ് ഈ റീൽസിലൊക്കെ ജീവിച്ച് ആ ഒരു കൈൻഡ് ഓഫ് ജീവിതത്തിൽ ഞാൻ എൻ്റെ പല കൊളീഗ്സും കണ്ടിട്ടുണ്ട് ChatGPT-യിലൊക്കെ പ്രോംപ്റ്റ് കൊടുക്കുന്നത് ഹൗ മൈ ഡെയിലി ലൈഫ് ലുക്ക് ലൈക്ക് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ഡെയിലി പ്രൊഫഷൻ എങ്ങനെയാണ് അത് ബേസ് ചെയ്തൊരു പിക്ചറൊക്കെ ജനറേറ്റ് ചെയ്ത് തരുന്നു. അട്രാക്റ്റീവ് ആയിട്ടുള്ള പല പ്രോംപ്റ്റുകളും. അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇന്നെനിക്ക് ഇങ്ങനെയല്ല, ഇന്നെനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കാനാണ് എനിക്കിഷ്ടം. സോ നമ്മൾ അതിന് കസ്റ്റമൈസ് ചെയ്തൊരു പ്രോംപ്റ്റ് കൊടുത്ത് അതിനോട് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിനുള്ളിൽ റിലേഷൻഷിപ്പിനെ നിർത്തുന്ന ഒരു കൈൻഡ് ഓഫ് വിർച്വൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്നുള്ളൊരു സിസ്റ്റമാണ് AI ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം ഇത് ഭയങ്കര ശരിക്കുള്ള റിലേഷൻഷിപ്പിലായിരിക്കും നമ്മൾ പല പേഴ്സണൽ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഒരു സോഷ്യൽ കണക്ഷൻ അതിനകത്ത് ഉണ്ടാവുന്നില്ല. സോഷ്യൽ കണക്ഷൻ ഉണ്ടാവുന്നില്ല. നമ്മൾക്ക് എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നതാണ് ആസ് എ പേഴ്സൺ എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നോട് പെരുമാറണം എന്നാണ്. അത് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റാണ് റിലേഷൻഷിപ്പ് വിത്ത് AI എന്നുള്ളത്. കാരണം AIക്ക് അതേ പറ്റുള്ളൂ. കാരണം AI ഇസ് മെയ്ഡ് ബൈ അനദർ ഹ്യൂമൻ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു കോൺസെപ്റ്റ് ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ റിസർച്ചിലൊക്കെ പറയുന്നുണ്ട് 2050 ആകുമ്പോഴത്തേക്കും ലോകം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫേസിലോട്ട് വരുന്നത്. നമ്മൾ ഓരോ ജെൻഡേഴ്സിനെയൊക്കെ പറയുന്ന പോലെ ഈ ഒരു AI കമ്പാനിയൻ അല്ലെങ്കിൽ AI ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ AI സ്പൗസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫേസിലേക്ക് വരും എന്നാണ് 2050 അങ്ങനെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഉള്ള ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച് ഐസൊലേറ്റഡ് ആണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന്, സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ. അതിൻ്റെ വേറൊരു എക്സ്ട്രീം സിനാരിയോ അല്ലേ വരുന്നത്. നേരത്തെ നമ്മൾ ഗെയിമിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി ഫുൾ ടൈം, നേരത്തെ ആളുകൾ എന്തായിരുന്നു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. AI കമ്പാനിയൻ നമ്മളതിനെപ്പറ്റി ഈ കേരളത്തിൽ അത് എത്രമാത്രം പോപ്പുലർ ആണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് പൊതുവെ. ഞാൻ പലരിടത്ത് സംസാരിക്കുമ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു റിയാലിറ്റിയാണ്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ പങ്കുവയ്ക്കുന്ന ഈ പല പേഴ്സണൽ ഇൻഫർമേഷൻ പേഴ്സണൽ ഇൻഫർമേഷൻ അതൊരു നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് ഓപ്പൺ AIയുടെ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, നമ്മൾ പങ്കുവയ്ക്കുന്ന ഈ ഡാറ്റാസ് സേവ് ചെയ്യുമോ ഇതിനുള്ള ഒരുപാട് AIക്ക് വേണ്ടി പർട്ടിക്കുലർ ആയിട്ടൊരു ലോയോ റെഗുലേഷൻസോ ഇല്ലയെന്നുണ്ടെങ്കിലും
വേറെ ഒരുപാട് പേഴ്സണൽ ഡാറ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ലോസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ DPDP ആക്ട് ഈ 2023 ആക്ട് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ അതിനോട് എഗ്രി ചെയ്താൽ മാത്രമാണ് ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും നമ്മുടെ ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം ഇപ്പോൾ ChatGPT ആണെങ്കിൽ പോലും നമ്മൾ ChatGPTയിൽ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഹിസ്റ്ററി ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്കൊരിക്കലും ഈ ഒരു ഡാറ്റ ഓപ്പൺ AI എടുത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ യൂസർ നമ്മൾ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഐ എഗ്രി കൊടുക്കുന്നിടത്ത് നിന്നാണ് അവർ നമ്മുടെ ഡാറ്റ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമാണ് ഏത് ആപ്ലിക്കേഷനാണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡാറ്റയുടെ യൂസ് അല്ലെങ്കിൽ മിസ്യൂസ് വരിക. മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. ഗാർട്ട്നർ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷനെ ഐ തിങ്ക് അങ്ങനെ ഒരു ഇതിനകത്ത് അവരുടെ ഒരു പ്രഡിക്ഷനിൽ പറയുന്നുണ്ട് 2027 ആകുമ്പോഴത്തേക്കും ഈ ജെൻ എയുടെ മിസ്യൂസ് കൊണ്ട് 40% ഓഫ് ഡാറ്റ ബ്രീച്ചസ് നടക്കും എന്നാണ് പറയുന്നത്. 2030 ആകുമ്പോഴേക്കും ഈ പറയുന്ന IT വർക്ക്സ് എല്ലാം അതിൻ്റെ 80% AI മാറും. എക്സാക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ എല്ലാ കാര്യങ്ങൾക്കും. നമുക്ക് അതിന് ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ കുറച്ച് ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ ഈ 2027 ആകുമ്പോഴത്തേക്ക് ഇത്രയും ഡാറ്റ ബ്രീച്ചസ് നടക്കുന്ന അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗിബ്ലി അതിനകത്താണെങ്കിലും ChatGPTയുടെ തന്നെ ഒരു സ്റ്റുഡിയോ, അനിമേഷൻ സ്റ്റുഡിയോ ആണെങ്കിൽ ആളുകളെല്ലാം ഈ പറയുന്ന ഓപ്പൺ AIക്ക് നമ്മുടെ പ്രൈവസി ടേംസ് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റയും അവരുടെ മോഡൽ ട്രെയിൻ ചെയ്യാൻ എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ പോളിസി. അതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്ന എല്ലാ എന്ത് ഡാറ്റ ആണെങ്കിലും നമ്മുടെ ഹിസ്റ്ററി ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് പ്രോംപ്റ്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും അവരുടെ ട്രെയിനിങ് മോഡലിന് വേണ്ടി അവർക്ക് യൂസ് ചെയ്യാം. അതാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ലാസ്റ്റ് അവർ തന്നെ ട്വീറ്റ് ചെയ്തു ഞങ്ങളുടെ സെർവർ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ. കാരണം അപ്പോൾ എത്ര ഹ്യൂജ് ആളുകളാണ് ആ ഒരു ട്രെൻഡിലോട്ട് വന്നത്, എത്ര ആളുകളുടെ ഒരു ഡാറ്റയാണ്. അതായത് ഒരു ഇമേജ് ഡാറ്റയിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ട്രെയിൻ ചെയ്യാനുണ്ട്, ഒരു മോഡൽ കൂടുതൽ നല്ലതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്തരം മോഡലുകൾ ശരിക്കും LLMനെ ബേസ് ചെയ്തിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് LLM എന്നൊന്ന് പറയാൻ പറ്റും? ലാർജ് ലാംഗ്വേജ് മോഡലുകൾ എപ്പോഴും പല AI ടെക്നോളജീസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ബ്രോഡായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഉള്ളിൽ വരുന്ന മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ LLM വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലി ആണെങ്കിൽ ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾക്ക് ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്ന ഈ ChatGPT അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന ചൈനയുടെ DeepSeek എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക, അതിനനുസരിച്ച് യൂസർ തരുന്ന ഇൻപുട്ടിനനുസരിച്ച് വീണ്ടും അതിനെ തന്നെ സെൽഫ് ട്രെയിൻ ചെയ്ത് നമുക്ക് ആക്ച്വലി ആ ഒരു മോഡൽ ബിൽഡ് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ബിൽഡിങ് വർക്ക് ചെയ്യുക. അപ്പം ഏറ്റവും ഈസി ആയിട്ട് പണ്ടൊക്കെ നമ്മളൊരു റെസ്യൂം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലീവ് ലെറ്റർ ഇപ്പോഴത്തെ ഏറ്റവും ഇപ്പോൾ ആസ് എ ടീച്ചർ ക്ലാസ്സിൽ കാണുന്ന ഇപ്പോൾ ഞാൻ എടുക്കുന്ന PG സ്റ്റുഡൻസ് MSc AI എനിക്ക് ക്ലാസ്സുള്ളത്. അവിടുത്തെ കുട്ടികളുടെ ലീവ് ലെറ്റർ ഇന്ന് രാവിലെ വന്നൊരു ലീവ് ലെറ്ററാണ്. ഡിയർ മാം, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ലൈക്ക് പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. എന്താണ് എൻ്റെ കാല് പാടില്ല മിസ്, ഞാൻ നാളെ വരില്ല, അത്രേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ കണ്ടൻറ്റ്. പക്ഷേ ആ സ്റ്റൈൽ ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. അപ്പോൾ കറക്റ്റായിട്ട് പ്രീഡിഫൈൻഡ് ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ഒരു ലാംഗ്വേജ് മോഡൽ ബിൽഡ് ചെയ്ത കണ്ടൻ്റ് ആണെന്നുള്ളത്. അതുപോലെ അത് എന്താ പറയുക, ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും അതിൻ്റെ യൂസേഴ്സാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. എന്നുവെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഒരു നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടക്ട് ചെയ്ത തന്നെ ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട് 18+ ആയ ആളുകളുടെ 70% ഓഫ് ആളുകളും നോയിങ്ങിലി ഓർ അൺനോയിങ്ങിലി AIനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയ്ക്കുന്ന അലാം ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് വാച്ച്, IoT ഡിവൈസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്മാർട്ട് ACs, അങ്ങനെ പല രീതിയിൽ. ചിലപ്പോൾ അത് അറിയുന്നില്ല, നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ആ ലോക്ക് പോലും ഇത് AI-യുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ പല രീതിയിൽ നോയിങ്ങിലി ഓർ അൺനോയിങ്ങിലി നമ്മൾ AI ആയിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പം ഒരു സാധാരണ അതൊരു ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു സർജൻ ആയിക്കോട്ടെ,
ഇവരെല്ലാം എയുടെ ബെനിഫിഷ്യറീസ് ആണ്. അതെ പിന്നെ ഈ ലാംഗ്വേജ് മോഡലുകളാണെങ്കിലും എല്ലാവരുടെയും വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഒരു 10 ദിവസം കൊണ്ട് ഇപ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക്കാണ്. അതെ അതെ കാരണം ഒരു PhD നമ്മളൊരു മെജോറിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ പറയുന്ന ലിറ്ററേച്ചർ റിവ്യൂസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലിറ്ററേച്ചർ റിവ്യൂ നടത്തുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മീൻസ് ഞാൻ അത്രയും പേപ്പറുകൾ എടുത്ത് വായിച്ച് അതിൻ്റെ ഓതേഴ്സിനെ നോട്ട് ചെയ്ത് ഒരു 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 പ്രോസസ്സാണത്. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഈസിയായി ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. അപ്പോൾ ആ സമ്മറി മാത്രമേ വായിക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റുഡൻസിന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അസൈൻമെൻറ്റുകൾ പണ്ടൊരു അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സിൽ അസൈൻമെൻറ്റ് വെക്കണമെങ്കിൽ 2 ദിവസം പറഞ്ഞാൽ ഇങ്ങോട്ട് പറയായിരുന്നു, അയ്യോ 2 ദിവസം കൂടെ, അയ്യോ 2 ദിവസം കൂടെ, അയ്യോ 2 ദിവസം. ഇപ്പം അതൊരു ടാസ്കേ അല്ല. അസൈൻമെൻറ്റ് കൊടുത്തോ, ഓ ഇറ്റ്സ് ഫൈൻ, കുഴപ്പമില്ല, അസൈൻമെൻ്റ് അല്ലേ, ChatGPT ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് മോഡലുകൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒരാളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡാണ് നമ്മളൊക്കെ. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന്. ഇപ്പോൾ ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി ഈ മോഡലുകളെല്ലാം കുറച്ചും കൂടി അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഒരു 22 നേരത്തെ മുതൽ ഈ GPTs ഒക്കെ ഉണ്ടെങ്കിലും ഈ 22 വരെ ഒന്നും ഇത്രയും അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് കിട്ടുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ, കാരണം കോമ്പറ്റീറ്റേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ കോപ്പൈലറ്റ്, ജെമിനി, പല പല മോഡലുകൾ വരുന്നതിനനുസരിച്ച് ഓരോ മോഡലുകളും ഇംപ്രൂവൈസേഷൻ ഇങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാം ഒന്നൊന്നിനെന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പണ്ട് മൈക്രോസോഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു മോഡൽ ഉണ്ടായിരുന്നു, ടായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ. അപ്പോൾ ആ മോഡലിനെ ആളുകൾ ഒരുപാട് മിസ്യൂസ് ചെയ്തു. അതൊരു ഗേളിനെ പോലെ ഡിസൈൻ ചെയ്തൊരു മോഡലായിരുന്നു. അപ്പോൾ അതിനോട് വളരെ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു, മോശമായ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ അത് മോശമായ രീതിയിൽ ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതുപോലുള്ള മോഡലുകളിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ആ മോഡലുകളെല്ലാം ബേസിക്കലി വർക്ക് ചെയ്യുന്നത് അവരെങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് മാത്രമാണ്. ഈ ട്രെയിനിങ്ങിന് കിട്ടുന്നത് ഈ ലേണിംഗ് പല ടൈപ്പ് ഓഫ് ലേണിംഗ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് തന്നെ അവർ ലേൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് രീതിയിൽ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ChatGPT എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ChatGPTനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വരെ എന്നെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിനെ എന്നെ ഡിസ്ക്രൈബ് മീൻസ് നമ്മൾ അത്രയും അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ഇതൊന്നും ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ അവരതെല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫുൾ പിക്ചർ അവരുടെ കയ്യിലുണ്ട്. നമ്മൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ഓരോ കമാൻഡ്സിൽ നിന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോംപ്റ്റിൽ ഇപ്പോൾ ആ ഒരു ചാറ്റ് വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ പ്രീവിയസ് ഹിസ്റ്ററീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്നേഹിച്ച് ചോദിച്ചാൽ സ്നേഹിച്ച് തന്നെ റെസ്പോൺസ് തരും. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ ChatGPT ആൻസർ ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു ചെറിയ ക്ലാസ്സിലെ കുട്ടിയാണ് ഫോട്ടോസിന്തസിസ് എന്താണെന്ന് ചോദിക്കണം. ഇപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡിലെ കുട്ടീനെ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്ന് വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ആൻസർ ആയിരിക്കും. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ഫോട്ടോസിന്തസിസ് ടു എ 3 years old കിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ടൈപ്പിൽ കിട്ടും. നമ്മൾ എങ്ങനെയാണോ അതിനോട് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഗ്രാജുവലി ആ റെസ്പോൺസിൻ്റെ ഒരു സ്റ്റൈലും മാറി വരും. അങ്ങനെയാണ് ഈ മോഡലുകളെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഡീഫേക്ക് ഉപയോഗിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കേട്ടു മമ്മൂട്ടിയുടെ ഒരു ഡീഫേക്ക് ഇമേജ് ലീക്കായി, അതുപോലെ രശ്മിക മന്ദാന, വിരാട് കോഹ്ലി, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഡീഫേക്ക് ഇമേജസും വീഡിയോസും പുറത്തു വരുന്നുണ്ടല്ലോ. ഡീഫേക്ക് ഉപയോഗിച്ച് ഈവൻ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ വരെ ഇപ്പോൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വീഡിയോ കോൾ ചെയ്ത് ഡീഫേക്ക് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡീഫേക്ക്. അതിന് AI ഉപയോഗിച്ച് തന്നെയുള്ള എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങളുണ്ടോ? ഇതിനെല്ലാം ഏറ്റവും ആപ്റ്റായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എനിക്കറിയുന്നത്
ഈ AI ബേസ്ഡ് സൊല്യൂഷൻസ് തന്നെയാണ്. കാരണം ഈ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും ഇതുപോലുള്ള GAN നെറ്റ്വർക്ക്സ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് തന്നെ ഡിറ്റക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം ഇപ്പോൾ ഗൂഗിളിനാണെങ്കിലും ഫേസ്ബുക്ക് മെറ്റയ്ക്കാണെങ്കിലും എല്ലാം ഇതിൻ്റെ ഡിറ്റക്ടർ മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതായത് പിക്സൽ ബൈ പിക്സൽ അല്ലെങ്കിൽ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം അനലൈസ് ചെയ്ത് ഇപ്പോൾ ഐ ബ്ലിങ്കിങ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടെക്സ്ചർ അതിനെല്ലാം ബേസ് ചെയ്ത് ഒരു ഇമേജ് ഒരു വീഡിയോ, ഈവൻ അത് വീഡിയോ ആയാലും ഇമേജ് ആണെങ്കിലും അത് കിട്ടുമ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ അതിൻ്റെ ഫ്രെയിം ബൈ ഫ്രെയിം അനലൈസ് ചെയ്തിട്ട് അതൊരു എന്താ പറയുക, അതൊരു ഫേക്ക് വീഡിയോ ആണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ റിവേഴ്സ് ഇമേജ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ മെറ്റ ഡേറ്റ വെച്ചിട്ട് അതിനെന്തെങ്കിലും ടാമ്പറിങ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ അതിനകത്ത് എന്തെങ്കിലും പിക്സൽസിന് ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ, എഡിറ്റ് നടത്തിയിട്ടുണ്ടോ, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ AI ടൂൾസ് അവൈലബിൾ ആണ്. അതെല്ലാം ഗൂഗിളും മെറ്റയെല്ലാം അതിൽ ഒരുപാട് റിസർച്ച് നടത്തി അതെല്ലാം ഓൾറെഡി റണ്ണിങ് ആണ്. അതെല്ലാം ഓൾറെഡി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എൻഡ് യൂസേഴ്സ് ലെവലിൽ, അതായത് ഒരു നോർമൽ യൂസറിൻ്റെ ലെവലിലേക്ക് അത് എത്തുന്നില്ലെങ്കിലും ഇപ്പോൾ ഒരു ഇമേജ് കണ്ടാൽ അത് AI ക്രിയേറ്റഡ് ഇമേജ് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈസിലി അത് ബ്ലിങ്ക് അതിൻ്റെ ഐയുടെ ഒരു പോസ്ചർ അല്ലെങ്കിൽ സ്കിൻ ടെക്സ്ചർ ആ ഇമേജിൻ്റെ ഒരു ഇത് വെച്ചിട്ട് മനസ്സിലാക്കിയത്തോളം മേമും ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉൾപ്പെടെ AI ബേസ്ഡ് ആയിട്ടുള്ള സെഷൻസ്, AIയുടെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ പുറത്തിറങ്ങുകയാണെങ്കിൽ അവരെന്തായിരിക്കണം, അതിനോട് എങ്ങനെ ഏത് രീതിയിൽ വേണം പ്രതികരിക്കാൻ? ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയുള്ള ഒരു മോർഫിംഗ് ടൈപ്പ് ഒരു ഡീപ്പ് ഫേക്ക് എന്നുള്ള രീതിയിൽ, അതായത് ഒരാൾ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ അതൊരു AI ക്രിയേറ്റഡ് ആണെങ്കിൽ അതൊരു സൈബർ ക്രൈമും കൂടെയാണ്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതല്ല എന്നുള്ളതെങ്കിൽ ഒരു ഇമേജ് കാണുമ്പോൾ ഇപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇപ്പോൾ റീസെൻ്റായിട്ട് RBIയുടെ തന്നെ ഒരു ആൾ വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന ട്രേഡിൽ ഇന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഡീപ്പ് ഫേക്ക് വീഡിയോസാണ്. അപ്പോൾ ആ വീഡിയോസ് ഈസിലി മനസ്സിലാക്കാനായിട്ട് ആ വീഡിയോനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ തന്നെ ഒരു നോർമൽ എൻഡ് യൂസർ ലെവലിൽ, ഒരു IT ബാക്ക്ഗ്രൗണ്ടും വേണ്ട, ഒരു നോർമൽ എൻഡ് യൂസർ ലെവലിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ അത് ഇന്നയാളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ RBIയുടെ ഒരു ആൾ വന്നിട്ട് പറയാണ് ഇന്ന സ്റ്റോക്ക് സൂപ്പറാണ്, ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഭയങ്കര പ്രോഫിറ്റബിൾ ആണെന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയില്ല എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അതൊരു കോമൺ സെൻസാണ്. സെക്കൻഡ് തിങ് ആ വീഡിയോ ക്ലിയർലി ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരുപാട് പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ നോർത്ത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ കുറേ ആളുകളുടെയൊക്കെ മലയാളം സോങ്സ് പാടുന്ന അങ്ങനെയുള്ള കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 60 അല്ലെങ്കിൽ 60+ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലൊക്കെ വീട്ടിലിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ വീഡിയോസ് കാണുമ്പോഴൊക്കെ പെട്ടെന്ന് ചിന്തിക്കുന്നത് അവരുടെയൊക്കെ പോയിന്റിൽ ഇതെന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇതല്ലെങ്കിലും വേറെ ചില വീഡിയോസ് കാണുമ്പോൾ ഇത് സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കറക്റ്റായിട്ട് നമ്മളൊരു എന്താ പറയുക അതിനെപ്പറ്റി ഒരു ഓറിയൻറ്റേഷൻ, ലൈക്ക് അതെന്താണ് ഈ ഡീപ്പ് ഫേക്ക് എന്താണെന്ന് മനസ്സിലാക്കുക നോർമൽ പബ്ലിക് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് അതിൻ്റെ ലോജിക്ക്. ഇങ്ങനൊരു കാര്യം ചെയ്യില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. പിന്നെ ആ വീഡിയോനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വീഡിയോയിലുള്ള ആളുടെ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ, ഐ പൊസിഷൻസ്, നോസ് കണക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലോസ്ലി ഒബ്സർവ്. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലും പ്രോപ്പറായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അലിബാബയിലെ സയൻറ്റിസ്റ്റുകൾ പുറത്തിറക്കിയ ഒരു റിസർച്ച് ഉണ്ടായിരുന്നു. ഇമോ എന്ന് പറഞ്ഞിട്ടൊരു AI മോഡലുണ്ട്. മൊണാലിസ പാട്ട് പാടുന്നു, അതായത് ഇമോഷൻസും കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലുള്ള കുറേ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതെല്ലാം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. അത് എത്ര ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര രസകരമായിരുന്നു. അതിനകത്ത് ഒരിക്കലും നമുക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു സിനിമ കാണാനിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരിക്കലും മമ്മൂട്ടി 10 വർഷം മുമ്പ് ഒന്നും അങ്ങനെ അഭിനയിക്കില്ലല്ലോ, അല്ലെങ്കിൽ 20 വർഷം മുന്നത്തെ. പക്ഷെ അത് അത്ര ഭംഗിയായിട്ടാണ് അവിടെ AI യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിനൊരുപാട് പോസിറ്റീവ് സൈഡുണ്ട്. പക്ഷേ ഒരുപാട് നെഗറ്റീവ്, ഇപ്പോൾ ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള ട്രേഡിങ് ആപ്പുകളിലൊക്കെ ഇങ്ങനെയുള്ള കുറേ പ്രൊമോഷൻ വീഡിയോസ് വരുന്നുണ്ട്. ഇന്നയാൾ വന്ന് പറയുകയാണ് ഇതാണ് ഇനി വരാൻ പോകുന്ന ട്രെൻഡിങ് ആയിട്ടുണ്ടാവുന്ന സ്റ്റോക്ക്, നിങ്ങൾ ഇതിലെന്നുള്ള രീതിയിൽ. അപ്പോൾ
പല ലാംഗ്വേജിലൊക്കെ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസും കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പം ഒരുപാട് ആളുകൾ അതിൽ കൊണ്ടുപോയി കാശ് കളയുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു പരിധി വരെ അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ല എന്നുള്ളതുകൊണ്ട്. AI ഉണ്ടെന്നറിയാം, പക്ഷേ ഈ ഡീപ് ഫേക്ക് എന്ന് പറയുന്നതിൻ്റെ എത്ര നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും ഫസ്റ്റ് ടൈം കാണുമ്പോൾ മേ ബി നമ്മുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മളത് പെട്ടെന്നൊരു സത്യമാണെന്നൊരു ഫീലിംഗ് നമുക്ക് വരും, ഒരു തോന്നൽ വരും. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന, എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, ഇന്നെൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇന്നത്, ആ ഒരു കോൺസെപ്റ്റിൽ അത് വർക്കൗട്ട് ആവും. അതാണ് ആളുകളും ഉദ്ദേശിക്കുന്നത്.